മീരയ്ക്ക് നല്ലൊരു ജോലിയുണ്ട്. പുറമേ നിന്ന് നോക്കിയാൽ അവൾ ഭാഗ്യവതിയാണ്. പക്ഷേ അവളുടെ ഉള്ളിൽ ഒരു വലിയ ശൂന്യതയുണ്ട്. മീരയുടെ ഭർത്താവ് രവി ഒരു നാർസിസിസ്റ്റാണ്. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ രവി അവളെ സ്നേഹം കൊണ്ട് മൂടുകയായിരുന്നു. നീയാണെൻ്റെ ലോകം എന്ന് പറഞ്ഞ് അവളെ അയാൾ സ്നേഹത്തിൻ്റെ കൊടുമുടിയിൽ ഇരുത്തി. ആ സ്നേഹത്തെ മീര അന്ധമായി വിശ്വസിച്ചു. പക്ഷേ കാലം മാറിയപ്പോൾ രവിയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നു. മീരയ്ക്ക് സ്വന്തമായി ജോലിയുണ്ടെങ്കിലും അവളുടെ ആത്മവിശ്വാസം തകർക്കുന്ന വാക്കുകളായിരുന്നു രവിയിൽ നിന്ന് എപ്പോഴും ഉണ്ടായത്. നിനക്ക് സ്വന്തമായി എന്ത് ചെയ്യാനറിയാം? ഭാഗ്യം കൊണ്ടാണ് നിനക്ക് ഈ ജോലി കിട്ടിയത്. ഞാൻ കൂടെയുള്ളത് കൊണ്ടാണ് നീ ഇപ്പോഴും ഇങ്ങനെ കഴിയുന്നത്. രവി ഇത് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അയാൾ തൻ്റെ തെറ്റുകൾ മീരയുടെ തലയിൽ കെട്ടിവെക്കും. അയാൾ ചെയ്ത ക്രൂരതകൾ ചോദ്യം ചെയ്താൽ നിനക്ക് വെറുതെ തോന്നുന്നതാ, നിന്റെ മാനസിക നില തെറ്റിയതാണ് എന്നു പറഞ്ഞ് അവളെ അയാൾ സംശയിപ്പിക്കും. സഹതാപം എന്നൊരു വികാരം രവിക്കില്ലായിരുന്നു. പുറത്തുള്ളവരുടെ മുന്നിൽ രവി ലോകത്തെ ഏറ്റവും നല്ല ഭർത്താവായി അഭിനയിച്ചു. മീരയ്ക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. അവളൊരു ലൂപ്പിൽ പെട്ടുപോയതുപോലെയാണ്. അവൻ ക്രൂരമായി പെരുമാറുമ്പോൾ ഇറങ്ങിപ്പോകണമെന്നവൾ പലപ്പോഴും കരുതും. പക്ഷേ അപ്പോഴേക്കും രവി പഴയ സ്നേഹം അഭിനയിച്ച് അവളുടെ കാൽക്കൽ വീഴും. ആ സ്നേഹത്തിൽ വീണ്ടും വീണ് മീര രവിയുടെ വിഷവലയത്തിൽ തന്നെ തുടരും. മീരയുടെയും രവിയുടെയും ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഇതിനെ ഒരു വെറും കഥയായി മാത്രം കാണരുത്. കാരണം നമ്മുടെ ചുറ്റുമുള്ള പല വീടുകളിലും അടച്ചിട്ട വാതിലുകൾക്കുള്ളിൽ ഇന്നും ഒരുപാട് മീരമാരുണ്ട്. പുറമേ ചിരിക്കുമ്പോഴും ഉള്ളിൽ ആത്മവിശ്വാസം തകർന്ന് സ്വന്തം നിഴലിനെ പോലും ഭയന്ന് കഴിയുന്നവർ. ഇത് സ്ത്രീകൾക്ക് മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. നാർസിസിസ്റ്റായ പങ്കാളിയുടെ മാനസിക പീഡനം അനുഭവിക്കുന്ന പുരുഷന്മാരും നമുക്കിടയിലുണ്ട്. സ്നേഹമെന്ന ലേബലിൽ നിങ്ങൾ അനുഭവിക്കുന്നത് വെറും അടിമത്തമാണെങ്കിൽ അവിടെ നിന്ന് പുറത്തു കടക്കാൻ വൈകരുത്. ഓർക്കുക, സ്നേഹം നിങ്ങളെ വളർത്താനാണ്, തളർത്താനല്ല. നിങ്ങളുടെ ജീവിതം മറ്റൊരാളുടെ തടവറയാകാൻ അനുവദിക്കരുത്.